തെരഞ്ഞെടുപ്പ് വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധമാണ് മുട്ടട വാർഡിൽ ഉയർന്നിരിക്കുന്ന വോട്ടർ പട്ടിക വിവാദം. കോർപ്പറേഷൻ തലത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേരിനൊപ്പമുള്ളത് തെറ്റായ വീട്ടു നമ്പറാണെന്ന് പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗത്തിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ താമസിക്കുന്നത് 22 പേരെന്ന് രേഖ. പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പർ TC 18/2464 എന്നാണ് സപ്ലിമെന്ററി പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായി ഇതേ വീട്ടു നമ്പറിൽ 21 പേരെ കൂടാതെ പല വീടുകളുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നമ്പറിൽ തോപ്പിൽ വീട് മുതൽ അനുപമ മാറക്കൽ തോപ്പ്, ശക്തിഭവൻ എന്നിവ വരെയുള്ള വ്യത്യസ്ത വീടുകൾ പട്ടികയുടെ വിശ്വാസ്യതയെ ഗുരുതരമായ സംശയത്തിന് വിധേയമാക്കുന്നു. ഒരു വീടിന് ഒരു നമ്പർ എന്നതാണ് കോർപ്പറേഷൻ നിബന്ധനം. എന്നാൽ ഒരേ നമ്പറിൽ 22 പേരെ ചേർത്തത് സാധാരണ പിഴവിന്റെ പരിധിയിൽ വരുന്നതല്ല. കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർത്താണ് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസരത്തിന്റെ മറവിൽ ചില വാർഡുകളിൽ വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയതും പല സ്ഥലങ്ങളിലും സംശയാസ്പദമായ പേരുകൾ കൂട്ടിച്ചേർത്തതുമാണ് അവരുടെ ആരോപണം. മുട്ടടയിലെ ഉദാഹരണം ഈ ആരോപണങ്ങൾക്കുള്ള തെളിവാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വീട്ടിൽ ഇത്രയും പേർ എന്നത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്തതാണെന്നും ഇത് ബോധപൂർവമായ ഇടപെടലിന്റെ ലക്ഷണമാണെന്നും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടിംഗ് പ്രക്രിയയിലേക്കുള്ള ജനവിശ്വാസത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. വോട്ടർ പട്ടിക ചട്ടക്കൂടുകളിലും പരിശോധനാ സംവിധാനങ്ങളിലുമുള്ള വീഴ്ചകൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴിമാറാനുള്ള സാധ്യത ഉയർത്തുന്നു. ഒരിക്കൽ ക്രമക്കേടുകൾ വ്യാപകമാണെന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ വളർന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പട്ടിക പരിശോധനയ്ക്ക് ശക്തമായ സാങ്കേതിക വ്യവസ്ഥാപിത നിയന്ത്രണം ആവശ്യമാണ്. കയ്യേറ്റ തിരുത്തലുകൾ, തെറ്റായ എൻട്രികൾ, ഒരേ നമ്പറിൽ അനവധി പേരുടെ രജിസ്ട്രേഷൻ എന്നിവ തടയാൻ കൂടുതൽ സുതാര്യമായ നടപടികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. മുട്ടടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ വിവാദം ഒരു വാർഡിന്റെ പരിധിയിലുള്ളതല്ല. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനുള്ളിലെ വലിയൊരു പ്രശ്നത്തിന്റെ പ്രതിബിംബമാണ് ഇത്. ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിൽ ഈ വിഷയത്തെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്.